നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന +2 റിസൾട്ട് ഇതിനോടകം വന്നല്ലോ. ഇപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. LBSലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് സെക്കൻഡ് ഇയറിലെ ഈ 3 വിഷയങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കപ്പെടുക. അതേസമയം നിങ്ങൾ മാനേജ്മെന്റ് അസോസിയേഷനുകളാണെങ്കിൽ ഇംഗ്ലീഷിനെ കൂടെ സെക്കൻഡ് ഇയറിലെ മാർക്കുകൾ പരിഗണിച്ചായിരിക്കും മാർക്കുകൾ അല്ലെങ്കിൽ റാങ്കുകൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2 രീതിയിലും നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആവറേജുകൾ നോക്കുമ്പോൾ ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്കുകൾ കണക്കാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിലിറ്റീസ് കൂടുതലായിട്ടുണ്ടാവുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചാടിക്കയറി നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, മാർക്ക് കുറവാണല്ലോ എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ പല ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകളിലേക്കും ഒരു പക്ഷേങ്കിൽ പലരുടെയും വാക്കുകൾ കേട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ആദ്യമേ നിങ്ങൾ പാനിക്കാകാതെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ, അതായത് ബിലോ 85% ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന് പുറത്തേക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും നിരവധി കോളേജുകളിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അല്ലാതെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ പെട്ടെന്നുള്ള സീറ്റുകളെല്ലാം ഫില്ലായിട്ടുണ്ട്, ഓൾറെഡി എല്ലാം സീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്ക് കുട്ടികളെ അഡ്മിഷൻസിനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ പാനിക്കാകാതെ, ടെൻഷൻ അടിക്കാതെ നിങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുക. ഏറ്റവും മികച്ച കോളേജുകളിൽ കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫീസ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയതോ വലുതോ ഒക്കെ ആയിട്ടുള്ള മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുക. പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഒരു കോളേജിന്റെ പേരിൽ തന്നെ നിരവധി കോളേജുകൾ, സബ് കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാറുള്ളത്. അപ്പോൾ മെയിൻ കോളേജ് എന്നുള്ള തെറ്റിദ്ധരിച്ച് പലരും സബ് കോളേജുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ കോളേജ് ഏതാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളാണോ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളിലെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സിന്റെ എല്ലാ ഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നഴ്സിംഗ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മാർക്കുകൾ താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ മറുപടികളും റിപ്ലൈസും ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ വ്യക്തമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും നഴ്സിംഗ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ കേരളത്തിലായിക്കോട്ടെ, കേരളത്തിന് പുറത്തേക്കായിക്കോട്ടെ, കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കോളേജുകൾ തിരഞ്ഞെടുക്കണം, തിരഞ്ഞെടുക്കരുത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലേക്ക് പുറത്തേക്കാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. ഞാൻ പലതവണ പറയുന്നതാണ്, കേരളത്തിലെ എല്ലാ കോളേജുകളും ഹൈ സ്റ്റാൻഡേർഡിലോ നല്ല ക്വാളിറ്റിയിലോ ആയിരിക്കത്തില്ല പ്രവർത്തിക്കുന്നത്. മോശമായിട്ടുള്ള ക്വാളിറ്റി പ്രവർത്തിക്കുന്ന കോളേജുകളും കേരളത്തിലും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കേരള ഗൈഡൻസിന് എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതുമാണ്. മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.